Hi friends, welcome to SJTutorialsLive. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് HTML5 നെ കുറിച്ചാണ്. നമ്മൾ ഇതുവരെ പഠിച്ചത് HTML4 നെ കുറിച്ചാണ്. ഈ HTML4 നെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് അറിയാത്ത ഒരാൾക്ക് ഒരിക്കലും HTML5 ന്റെ കോഡിംഗ് കാര്യങ്ങളും നടത്താൻ കഴിയില്ല. അപ്പോൾ HTML4 നെ കുറിച്ച് അറിയാത്തവർ ഇതിനു മുമ്പുള്ള വീഡിയോ കാണുക, അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ ലേറ്റസ്റ്റ് വേർഷനുമായ HTML5 നെ കുറിച്ചാണ്. എന്താണ് HTML5 ന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ വാച്ച് ചെയ്യുക, മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ HTML5 എന്തെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. HTML5 മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഒരു ലേറ്റസ്റ്റ് വേർഷനാണ്. HTML4 ഒരു ലേറ്റസ്റ്റ് വേർഷനാണ് HTML5 എന്നുള്ളത്. ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് HTML4 ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് HTML5 ആണ്. HTML5 പ്രത്യേകത എന്ന് പറഞ്ഞാൽ HTML4 ഇല്ലാത്ത ഒരുപാട് കണ്ടന്റുകളും അതിൻ്റെ എക്സിക്യൂഷൻ മാറ്റങ്ങളും ഇതിൽ നമുക്ക് കറക്റ്റായിട്ട് അനുഭവപ്പെടും. ഇതിൻ്റെ 3D ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ ഇതിൽ എക്സ്ട്രാ നമുക്ക് എങ്ങനെ വരും എന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ HTML5 ഒരു പ്രത്യേകത എന്നുള്ളത്, ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് നോട്ട് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇതെന്തല്ല, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ കൺസെപ്റ്റ് അല്ല. നമുക്ക് മനസ്സിലാക്കാം, ഇത് അറിയുന്നൊരു കാര്യമാണ്. ഇതെന്താണ്, ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTML5 എന്നുള്ളത് ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. അത് മനസ്സിലാക്കുക, അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. HTML4 എന്ത് തന്നെയാണ്, നമുക്കറിയാം, മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഇനി ഇതിന് മറ്റൊരു പ്രത്യേകത പറഞ്ഞാൽ, ഇറ്റ് ഈസ് കോർപ്പറേറ്റ് വിത്ത് W3C ആൻഡ് വാട്ട് WG. ഈ ഒരു രണ്ട് ഗ്രൂപ്പിനായിട്ട് കോർപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു HTML5 വർക്ക് ചെയ്യുന്നത്. W3C എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം എന്ന് പറയും. വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. ഈ ഒരു W3C അതുപോലെ വാട്ട് WG, അതായത് വെബ് ഹൈപ്പർ ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ ടെക്നോളജി വർക്കിംഗ് ഗ്രൂപ്പ്, അതാണ് വാട്ട് WGൻ്റെ ഫുൾ ഫോം. വെബ് ഹൈപ്പർ ടെക്സ്റ്റ് ആപ്ലിക്കേഷൻ ടെക്നോളജി വർക്കിംഗ് ഗ്രൂപ്പ്. ഈ ഒരു രണ്ട് ടീം കൂടിയും കമ്പൈൻ ചെയ്ത് കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ HTML5 കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിൻ്റെ എക്സിക്യൂഷനും കാര്യങ്ങളെല്ലാം നടത്തുന്നതും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു രണ്ട് ടീമാണ് ഇവരെ ഈ HTML5 കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. HTML5 പ്രത്യേകത നമ്മൾ പറഞ്ഞു, HTML4 ഒരു എക്സ്റ്റെൻഡഡ് വേർഷനാണ് HTML5. അതിൽ മറ്റുള്ള ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതെന്താണെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഇതിൻ്റെ ബ്രൗസർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, വെബ് ബ്രൗസറിലാണ് നമ്മൾ HTML5 കാര്യങ്ങളെല്ലാം റൺ ചെയ്യിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് സംശയമുള്ളവർ HTML4 വീഡിയോ കാണുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ ബ്രൗസറിൽ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ, HTML5 എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ വേണ്ട മിനിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്, വിൻഡോസ് ആണ് എന്നുണ്ടെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 9 മുതലുള്ള വേർഷൻസ് ആണ് ഈ ഒരു HTML5 സപ്പോർട്ട് ചെയ്യുന്നത്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 9 മുതലുള്ള വേർഷൻസ് ആണ്. അതായത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 10, 9.1 അങ്ങനത്തെ ഏത് വേർഷനും ഏതിൽ സപ്പോർട്ട് ചെയ്യും, ഈ ഒരു HTML5 സപ്പോർട്ട് ചെയ്യും. അതുപോലെ എല്ലാവിധ മൊബൈൽ ഫോൺ ആപ്ലിക്കേഷൻസും മൊബൈൽ ഫോണിലുള്ള വെബ് ബ്രൗസേഴ്സും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാതും ഈ HTML5 സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഈ HTML5 എല്ലാവിധ കോഡുകളും നമുക്ക് മൊബൈൽ ഫോണിലോ ടാബിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ എവിടെയും നമുക്ക് വെച്ച് ചെക്ക് ചെയ്ത് വർക്ക് ചെയ്യാവുന്നതാണ്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത്, വെബ് ബ്രൗസർ സപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ പഴയ XPയുടെ വിൻഡോസിൻ്റെ സിസ്റ്റങ്ങളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അതിൽ സപ്പോർട്ട് ചെയ്യില്ല. കാരണം ഇതിൽ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ 9 തന്നെ വേണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ 9 ഇല്ലാത്തവർക്ക് ഈ ഒരു സംഭവം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, then ഇതിൽ ഉപയോഗിക്കുന്ന ന്യൂ ടാഗുകൾ, ഒരുപാട് ന്യൂ ടാഗുകൾ ഈ ഒരു HTML5 വന്നിട്ടുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയും. ഫസ്റ്റ് വൺ, ഹെഡർ, ഫൂട്ടർ, സെക്ഷൻ, എക്സെട്ര. ഇങ്ങനെ പല ഒരു ടാഗുകൾ ഇതിൽ എക്സ്ട്രാ വന്നിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് റിസ്ക് ഇല്ലാതെ കോഡ് ചെയ്യാൻ പറ്റുന്ന സെക്ഷൻസാണ് ഈ ഒരു ടാഗുകളിൽ പുതുതായിട്ട് വന്നിട്ടുള്ളത്. പഴയ ടാഗുകൾ നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡൗട്ടുകൾ കാര്യങ്ങളുണ്ടെങ്കിൽ പ്രീവിയസ് വീഡിയോ നിങ്ങൾ കാണുക. ഇതിൽ വരുന്ന പുതിയ ടാഗുകളാണ് ഹെഡർ, ഫൂട്ടർ, സെക്ഷൻസ്, അങ്ങനെ ഒരുപാട് വരുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് പഠിക്കണം. അപ്പോൾ അതാണ് ഇൻട്രൊഡക്ഷനിൽ വേറെ ഒന്ന് പറയാനുള്ളത്. പുതിയ ടാഗുകൾ ഈ ഒരു HTML5 ബിൽട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതിൽ വരുന്ന വേറൊരു പ്രത്യേകതയാണ് ഫോം 2.0. പുതിയൊരു ഫോം ഇതിന് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ HTML4 എല്ലാ ഫോമിലും അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ ഇൻസേർഷനും അതിലെങ്ങനെയാണ് ഡാറ്റ കൊടുക്കുന്നതും അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞതാണ് HTML4 കേസിൽ. അതുപോലെ ഇതിൽ ഫോം വരുന്നത് ഫോം 2.0 എന്ന് പറയുന്ന പുതിയൊരു വേർഷനാണ്. നല്ലൊരു ഗ്രാഫിക്കൽ ടച്ചുള്ള, നമുക്ക് ഓൾറെഡി എല്ലാവിധ സെറ്റിങ്സും അതിലുള്ള ഒരു സംഭവമാണ് ഈ ഫോം 2 എന്നുള്ളത്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ഈ ഒരു ഫോം സപ്പോർട്ട് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മളതിൽ ചെക്ക് ചെയ്യും. ഓക്കെ, ദെൻ
നോ തേർഡ് പാർട്ടി പ്ലഗിൻ. ഇതിൽ എന്തിനും ആവശ്യമില്ല, തേർഡ് പാർട്ടി പ്ലഗിൻ്റെ ആവശ്യമില്ല. നമുക്കറിയാം വെബ് ബ്രൗസർ ഉപയോഗിക്കുന്നവർക്കറിയാം എക്സ്ട്രാ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആഡ് ഓൺസ് അതുമല്ലെങ്കിൽ തേർഡ് പാർട്ടി പ്ലഗിൻസ് ഡൗൺലോഡ് ചെയ്താൽ മാത്രമാണ് വെബ് ബ്രൗസറിൽ സപ്പോർട്ട് ആവുകയുള്ളൂ. അപ്പോൾ ആ ഒരു സപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യമില്ലാതെ വർക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് HTML5ൻ്റെ മറ്റൊരു പ്രത്യേകത. അതായത് തേർഡ് പാർട്ടി അഡീഷണൽ ആയിട്ട് നമുക്കൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. വെബ് ബ്രൗസറിൻ്റെ സപ്പോർട്ടോട് കൂടി എല്ലാവിധ ഈ ഫീച്ചേഴ്സ്, ഈ പറഞ്ഞ ഫോമിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ്, ഫോമിൻ്റെ ഗ്രാഫിക്സ്, ഫോമിൻ്റെ എല്ലാവിധ ചെക്കിങ്ങുകളും പുതിയ ടാഗുകൾ, ഇതെല്ലാം നമുക്ക് അഡീഷണൽ പ്ലഗിൻ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യാൻ കഴിയും. ജസ്റ്റ് കോഡ് എഴുതി കൊടുത്താൽ മതി. ഓക്കെ. ദെൻ വെബ് സോക്കറ്റ് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഇംപ്ലിമെൻറ്റേഷൻ ഇതിലുണ്ട്. അതായത് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷനാണ് ഇത് ഉപയോഗിക്കുന്നത്. അതായത് നമുക്കറിയാം സാധാരണ കമ്മ്യൂണിക്കേഷൻ സോക്കറ്റ് പ്രോഗ്രാമിംഗ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജാവ സോക്കറ്റ് പ്രോഗ്രാമിംഗ് അങ്ങനത്തെ കൺസെപ്റ്റുകൾ. അങ്ങനെ ഈ സോക്കറ്റ് പ്രോഗ്രാമിങ്ങിനും അതുപോലെ അതിൻ്റെ ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുത്ത് അതിൻ്റെ റിപ്ലൈ ഓട്ടോമാറ്റിക്കൽ കൈകാര്യം ചെയ്യാൻ ഈ HTML5 കൊണ്ട് കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതിനാണ് വെബ് സോക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതായത് ബൈ ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷൻ, രണ്ട് സൈഡിലും ഒരേ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഈ ഒരു HTML5 പോസിബിൾ ആണ്. ദെൻ സെർവർ സെൻഡ് ഇവൻറ്റ്, SSE എന്ന് പറയും. വേറൊരു ആപ്ലിക്കേഷൻ, വേറൊരു അഡ്വാൻറ്റേജാണ് SSE. സെർവർ ടു ബ്രൗസറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സിങ്ങിന് പറയുന്ന പേരാണ് SSE, സെർവർ സെൻഡ് ഇവൻറ്റ്. അത് HTML5 ഉപയോഗിച്ച് നമുക്ക് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. സെർവർ സെൻഡ് ഇവൻറ്റ്, സാധാരണ നമുക്കറിയാം നമ്മൾ ഇവിടുന്ന് റിക്വസ്റ്റ് കൊടുക്കുന്നു, സെർവറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് തിരിച്ചിങ്ങോട്ട് സെൻഡ് ചെയ്യുന്നു. പക്ഷേ അതിൽ HTML കാര്യമായ റോളൊന്നും ഉണ്ടാവാറില്ല. പക്ഷേ ഈ ഒരു സെർവർ സെൻഡ് ഇവൻറ്റ് വന്നതിന് ശേഷം HTML5 വെച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യാം. അതായത് സെർവറിൽ നിന്നും ഡാറ്റ എടുത്തിട്ട് ബ്രൗസറിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം HTML5 അതിന് പറയുന്ന പേരാണ് SSE, സെർവർ സെൻഡ് ഇവൻറ്റ്. ഓക്കെ. ദെൻ ഇതിലുള്ള വേറൊരു പ്രത്യേകതയാണ് ക്യാൻവാസിങ്. ദെൻ ഇതിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ക്യാൻവാസിങ് എന്ന് പറയുന്നത്. 2D ഡ്രോയിങ്സ് നമുക്ക് ഇതിൽ വരയ്ക്കാൻ കഴിയും. എന്തൊക്കെ ഡ്രോയിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസർ ഫീച്ചേഴ്സ് ഉപയോഗിച്ചിട്ട് 2D ഡ്രോയിങ് നമുക്ക് ഈ HTML5 ഉപയോഗിച്ച് വരയ്ക്കാൻ കഴിയും. HTML5 ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ഒരു ക്യാൻവാസിങ് എന്ന ഒരു കൺസെപ്റ്റിൽ HTML5 കഴിയും. ഈ ഒരു ക്യാൻവാസിങ് എന്ന കൺസെപ്റ്റ് ഉപയോഗിച്ച് HTML നമുക്ക് ചെയ്യാൻ കഴിയും HTML5. ഓക്കെ. ദെൻ ജിയോ ലൊക്കേഷൻ, നമുക്ക് ലൊക്കേഷൻ ഷെയറിങ്ങിനുള്ള ഒരു പർപ്പസും ഈ ഒരു HTML5 ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ഇപ്പോഴും ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻസ് കാര്യങ്ങൾ, ഇപ്പോഴും ഇതിൻ്റെ അഡ്വാൻസ്ഡ് സ്ട്രക്ചർ വന്നുകൊണ്ടേയിരിക്കുകയാണ്. പുതിയ ടാഗുകൾ ഇതിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് പുതുതായിട്ട് പല ടാഗുകളും നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. അതേപോലെ ഈ പറഞ്ഞ ലൊക്കേഷൻ ഷെയറിങ് അതും ഈ HTML5 നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും ഒരു അഡ്വാൻറ്റേജുകൾ, ഇത്രയും ഒരു ഉപകാരങ്ങളാണ് നമുക്ക് HTML5 മെയിനായിട്ടുള്ളത്. പുതിയ ടാഗുകൾ ആഡ് ചെയ്തു. മനസ്സിലാക്കേണ്ട കാര്യം, പുതിയ ടാഗുകൾ ആഡ് ചെയ്തു, ബ്രൗസർ ഫീച്ചേഴ്സ് പുതുതായിട്ട് കൂട്ടി, അതുപോലെ ഫോംസ് 2.0 പുതിയ ഫോമുകൾ ആഡ് ചെയ്തു. ദെൻ വെബ് സോക്കറ്റിംഗ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അതേപോലെ SSE പറഞ്ഞ കൺസെപ്റ്റ്, ക്യാൻവാസിങ്, ജിയോ ലൊക്കേഷൻ. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് HTML5 ഇൻട്രൊഡക്ഷൻ. ഈ ഒരു HTML5 ഇൻട്രൊഡക്ഷനിൽ നിന്ന് നമുക്കിനി ഓരോ ടാഗുകളും അതിൻ്റെ ആട്രിബ്യൂട്ടുകളും അതിൻ്റെ പുതിയ രീതിയിലുള്ള വർക്കിങ്ങും കാര്യങ്ങളും നമ്മൾ പഠിക്കും. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ.